ഉണ്ണി ഉണ്ണി എന്താ അവളെ കാണാനായിട്ട് പാർട്ടിക്കാർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. അല്ല, അവള് പാർട്ടി ചേർന്നു. കാര്യം എന്തെങ്കിലും വിളിക്കും. അപ്പൊ ഉണ്ണിയല്ലേ പറഞ്ഞ അവളെ കാണാനായിട്ട് പാർട്ടിക്കാർ വരുമെന്ന് പറഞ്ഞില്ല. അത് അങ്ങനെയല്ല, അവളെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കനും പിന്നെ പാർട്ടിക്കാരെന്ന് പറഞ്ഞ ചെറുക്കന്റെ കൂടെ ഉള്ള ആൾക്കാരെ പറഞ്ഞ ചെറുക്കനും പാർട്ടി എന്ന് പറഞ്ഞ മോളുടെ കല്യാണ കാര്യത്തിനല്ലേ. പിന്നെ വേറെ കാര്യം, അമ്മയുടെ അസുഖത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നടന്നു പോണാ, മനസ്സിലായോ? അങ്ങനെ പറയില്ല, അത് അമ്മ അറിഞ്ഞോണ്ട് ചെയ്യണാണോ ഇത്? മോനെ ആലോചിച്ച് നോക്കി, ആ മിന്നലടിച്ച ഡാൻസുകാരിയുടെ ഏതാണ്ടാന്നല്ലേ പറയണേ, അത് അമ്മ അറിഞ്ഞോണ്ട് ചെയ്യണാണ്. ഈ അച്ഛന്റെ കൂടെ അന്ന് പരിപാടി കാണാൻ പോയി ഈ മറ്റേ കേവല ഡാൻസുകാരിയുടെ മറ്റേ ആത്മാവ് കയറുന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ പെങ്കൊച്ചിന്റെ കല്യാണം നടത്തുമ്പോ അമ്മ ഒന്ന് ആ അസുഖം ഇല്ലാത്ത പോലെ ഒന്ന് നിൽക്കണം. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മളെ പെങ്കൊച്ചിന്റെ കല്യാണം അമ്മ, അതുകൊണ്ടാ അമ്മ ഒന്നും ചെയ്യില്ല. അമ്മ അവിടെ മിന്നൽ മുറടി കളിക്കില്ല. ഇല്ല കിടക്കുന്ന ഫാനെ കയറി പിടിക്കുക, ഇല്ല പിന്നെ കുടിമരത്തിന് മേളിൽ കയറുക. ആ സൈസ് വേലാരും ഒന്നും കാണിക്കരുത് കേട്ടോ. എന്നെ അങ്ങനത്തെ മിന്നലല്ലോ, എന്നെ മിന്നൽ ബസ്സിൽ ഇടിച്ചല്ലേ അത്. എന്നെ മിന്നൽ ബസ് ഇടിച്ചതാണല്ലോ, അല്ലാണ്ട് മറ്റേ മിന്നലല്ലോ. അല്ലേ, ഇത് എന്താണേലും അമ്മ ഇത് ഒന്ന് സൈലന്റ് ആയിട്ട് അടങ്ങി നിൽക്കണം. അവര് വന്ന് പോകുന്ന വരെ മാത്രം മതി. അവളെ ഒന്ന് കെട്ടിച്ചിറക്കി വിടത്തെ. കരയാൻ പറഞ്ഞല്ല ഇങ്ങ് വന്നേ. എനിക്കറിയാം കരയാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പൊ നടങ്ങി ഒതുങ്ങി നിന്നാ മതി. അവള് ഒതുങ്ങില്ലേ? അവൾ ഒതുങ്ങിക്കൊണ്ടിരിക്കും മോനെ. എടിയേ ചേട്ടാ, എനിക്കൊരു കാര്യം പറയണം. ഇന്നിനി എന്നെ ആര് പെണ്ണ് കാണാൻ വന്നിരുന്നാലും അവർക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തേക്കണം. എനിക്കിനി ആരുടെ മുന്നിൽ ഒരുങ്ങി കെട്ടി നാണം കെടാൻ വയ്യ. നീ ഇനി ഇവിടെ നിന്ന് പോയി കഴിച്ചാൽ ഞങ്ങൾക്ക് നാണക്കേടാ. അതുകൊണ്ട് ഈ വന്നവന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലായോ? റെഡിയായിട്ട് വന്നോ? ചായയും കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ? അവര് എപ്പോഴാ വന്നെന്നറിയാലോ. വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മള് കാര്യങ്ങൾ നടത്തി ഇത്രയും വേഗം ഒരു ഡേറ്റ് കണ്ടു പോലെ മതി മതി. പറഞ്ഞ ശ്രദ്ധിച്ചല്ലോ, ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ ഒതുങ്ങി അപ്പനെ കുട്ടോ. രാവിലെ നോക്കിക്കുവായിരുന്നു. ഇത് ചെറുക്കൻ്റെ അച്ഛൻ, അത് ചെറുക്കൻ്റെ അമ്മ, ഇതാണ് ചെറുക്കൻ. പിന്നെ എന്നെ അറിയാലോ, ബ്രോക്കർ അറിയാം. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലല്ല, ഞാനാണ് ചെറുക്കന്റെ അച്ഛൻ, ഇത് ചെറുക്കന്റെ അമ്മ, ഇത് ചെറുക്കൻ, ഇത് പിന്നെ ഞങ്ങളെ മൂന്നാ. അതെ അതെ, അത് ശരിയാ. ഞാൻ അമ്മ, അത് അച്ഛൻ, ഇത് ഞങ്ങളുടെ മോൻ, ഇത് ബ്രോക്കർ. അറിയാം. നിങ്ങൾക്കൊക്കെ നാളെ ഒരു വീട്ടിൽ വന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിലായത് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, ഒന്നും വിചാരിക്കല്ലേ. ഒന്നും വിചാരിക്കില്ല, അവര് മനഃപൂർവ്വമല്ല. അത് തന്നെ. ഇത് അച്ഛൻ, ഇത് അമ്മ, അത് ബ്രോക്കർ, ഞാൻ ചെറുക്കൻ. കറക്റ്റ് ഫാമിലിയാ. കെട്ടിച്ചങ്ങ് വീടും ഓണം കൂടാൻ പോലും തിരിച്ചിങ്ങ് വന്നേക്കരുത്. ആ ചെറ്റേനെ കണ്ട് മനസ്സിലായോ? വന്നു കഴിഞ്ഞാൽ നീ വിധവയാവും, അത് ഓർത്തു. അപ്പനും പോലും എത്ര മക്കളാ? എത്ര മക്കളാണ്? എനിക്ക് മൂന്നാ അച്ഛാ. മക്കള് മൂത്താരാ? മൂത്ത അച്ഛനാ. ഇവിടെ മൂപ്പ അമ്മയ്ക്കാ. പിന്നെ ഞങ്ങള് രണ്ട്, ഇത് അനീത്തി, ഞാൻ ആങ്ങളാ. ഞങ്ങൾ രണ്ട് മക്കളാണ്. ഓ ശരി. അങ്ങനെ. വീട് എവിടെയാന്ന് പറഞ്ഞത്? വീട് മുറ്റത്തിനടുത്താ. കറക്റ്റ് ഫാമിലി ഞാൻ പറഞ്ഞില്ലേ, മുറ്റത്തിനടുത്ത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഈ വീടിന്റെ സ്ഥലം കറക്റ്റ്. അത് പോസ്റ്റ് ഓഫീസിന്റെ അടുത്തായിട്ട് തന്നെ. ആ പോസ്റ്റ് ഓഫീസ് മാറ്റിയാ വീട് കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കുമല്ലോ അല്ലേ? നിങ്ങളെവിടാ? എന്തോ നിങ്ങളെവിടെവിടാ? ഇവിടെ വീട് എവിടെയാന്ന്? ഇത് ഞങ്ങളുടെ വീടാ. അപ്പൊ ഇനിയിപ്പം കാര്യങ്ങള് അമ്മ. അച്ഛാ, ഞാൻ ആദ്യത്തുള്ള അമ്മയുടെ കാലിലൊന്ന് തൊട്ട് വന്നിച്ചോട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മോനെ അമ്മ നന്നായി വരും. ഇല്ല എന്റെ പൊന്നായിട്ട് എന്താ സംഭവം? എന്താ പറയാൻ ഇവനെ നിർത്തിട്ട് ഉള്ള പേച്ചത്തറ മൊത്തം കാണിച്ചിട്ട് ഇനി കിടന്ന് അഭിനയിക്കരുത്.
ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യണാണ്. ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നടി. ഇവിടെ ഇരിക്കുമ്മ. ഈ തള്ളനെ പിടിച്ചോട്ടോ. അതെ, ഒന്നും ഓർക്കല്ല. അമ്മയ്ക്ക് ഒരു ചെറിയൊരു പണ്ട് അച്ഛന്റെ കൂടെ ഒരു ക്യാമറ ഡാൻസ് കാണാൻ വേണ്ടി ക്യാമറ നടി മരിച്ചപ്പോ അതിന്റെ ഒരു ആത്മാവ് കയറിയെന്നാണ് എല്ലാരും പറയണതേ. അമ്മ അറിഞ്ഞോണ്ടല്ലോ, പാവം ക്ഷമിക്കണം. അത് ഈ ഒരു കാരണം കൊണ്ട് നിങ്ങളൊന്നും വേറെ ചിന്തിക്കല്ലോ. അച്ഛാ, ഇവിടെ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. അല്ല, അത് എനിക്ക് ഈ കല്യാണം തന്നെ മതി. സമാധാനായി. നമുക്കിപ്പോഴും തെറ്റിയിട്ടില്ല, ചെറുക്കം കറക്റ്റാ. ഈ കൊടുക്കൽ വാങ്ങലൊക്കെ കൊടുക്കൽ വാങ്ങൽ എങ്ങനെ നമ്മെ? കൊടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ ഒരു കഷ്ണം പൊട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. നന്നായിട്ട് കഴിച്ചു. വൈകുന്നേരത്തിൽ കഞ്ഞി വല്ലതും കൊടുത്തു. അയ്യോ, അതല്ല ചോദിച്ചത്. അത് സ്ത്രീകളെ എന്താ പള്ളേ അറ്റത്തുള്ള അമ്മേ. അടങ്ങിയില്ല, അടങ്ങിയില്ല. അതെ, വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ വീട് മാത്രം മതി, ബാക്കിയുള്ള എല്ലാം അവക്കാം. അവർക്ക് തമ്മിൽ സംസാരിക്കുമ്പോഴേ ഇനി നിങ്ങൾക്ക് വല്ല പിച്ചുമ്പയും പറയാണ്ടെങ്കിൽ അല്ല, പെണ്ണിന് ചെറുക്കുന്നല്ല സംസാരിക്കാനല്ല സംസാരിക്കാം. എന്റെ മോനായത് കൊണ്ട് പറയല്ല, അവൻ ഒരാളുടെ അടുത്ത് കൊണ്ടു. ലക്ഷ്മി. ഇതിൽ കൂടുതൽ പഠിപ്പൊന്നുമല്ല. ഈ അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ശരി. ബികോ. ഒന്നും പറയാനില്ല, ചെറുപ്പം 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ശരി, കുഴപ്പമില്ല. പിന്നെ ചേട്ടൻ എത്ര വരെ പഠിച്ച്? ഞാനും ഈ പിള്ളേരുടെ ഒരു കുസൃതി, ഒന്നാലും പ്രേമം ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ കാലത്തൊട്ടും ഉണ്ടാവൂല്ലോ. ചെറുക്കൻ അങ്ങനെയൊന്നും അല്ലേ? വീടിനടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അയ്യോ ചേട്ടാ, ഞാൻ അന്യ പുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കില്ല. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഭർത്താവ് ഉപേക്ഷിച്ച ഒരു പെണ്ണുണ്ട്. അതിന്റെ ഒരു ഇളയ മോന് ഇവന്റെ അതേ രൂപമാണ്, ശബ്ദമാണെന്നൊക്കെ പറഞ്ഞ നാട്ടുകാർ പറയാം ഇവന്റെ മോനാണെന്ന്. ഒന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ആൾക്കാർ ഓരോന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ പോലെ വഴിയെ പോലും ഞാൻ നടക്കത്തില്ല. അല്ല, ഇനി കൂടെ സംസാരിപ്പിക്കണ്ട. ഇതേ കറക്റ്റ് ആയത്. ഇനിയിപ്പോ ഒന്നും സംസാരിക്കണ്ട, നമുക്ക് അതങ്ങ് ഉറപ്പിക്കാം അങ്ങോട്ട്. ആണല്ലേ? അങ്ങനെ ഈ പോക്കും വരവൊന്നും വേണം, നമുക്ക് ഇന്ന് തന്നെ കല്യാണം കഴിക്കാം. അല്ല, ഇന്ന് തന്നെ വേണോ? ആൾക്കാരെ ഒന്ന് അറിയിച്ചിട്ട് മതി. കുറെ സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ ഉണ്ട്, ഒന്ന് അറിയിച്ചിട്ട് മതി. തെക്കേക്കര ഗ്രാമനിവാസികളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് വൈകുന്നേരം 3 മണിക്ക് തന്നെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവർ പഞ്ചായത്തിൽ കോഴി കൊടുക്കണ്ട. വില്ലേജ് ഓഫീസിൽ എത്തിച്ചേർന്ന് കോഴി വാങ്ങിക്കേണ്ടതാണ്. കോഴി വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഒരു സഞ്ചിയും കുറെ കോഴിത്തീറ്റയുമായി വില്ലേജ് ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. എന്റെ പൊന്നോ, എന്തൊക്കെ കാണിച്ചു. എന്താ പറ്റിയ? ഈ ഒരു അസുഖം മാത്രം ഇനിയിപ്പോ എന്താ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല. ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല. അമ്മയായി പോയിട്ട് തല്ലാനോ കൊല്ലാനോ പറ്റുമോ? ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനത്തെ അസുഖം ഉണ്ടെങ്കിൽ ആ പുള്ളി മാറ്റിത്തള്ള പുള്ളി അങ്ങനത്തെ ഒരു ഡോക്ടർ പോലത്തെ അങ്ങനത്തെ സ്വഭാവമുണ്ടോ പുള്ളിക്ക്? ഉണ്ട്. മന്ത്രവാദി ടൈപ്പ് ടീമാ പുള്ളി. ഏത് കേസ് വന്നാലും ഞാൻ ഓടൂല. അതിനിപ്പോ ഒരു ഞാൻ മാറ്റിത്തരാം. പേടിക്കണം, എന്നാ പേടിക്കണ്ട. അമ്മയുടെ അസുഖം മാറാനല്ലേ? വണ്ടി എടുത്തിട്ട് ഇവിടെ കളത്തിക്കാറ് കളത്തിക്കാറാ ഇവിടെ ഇവിടെ വേറെ ഒഴിഞ്ഞുപോയി, എല്ലാം ഒഴിഞ്ഞുപോയി. ഇന്ന് കൃത്യം 3 മണിക്ക് തന്നെ തെക്കേക്കര ഗ്രാമനിവാസികൾ കോഴി വാങ്ങിക്കാൻ എത്തേണ്ടതാണ്. അയ്യോ, എന്നൊരു പ്രത്യേക സ്നേഹം എന്നോട്. എന്നാ മോനെ? അയ്യോ, അമ്മയുടെ അസുഖം മാറി. മാറ്റാൻ പറ്റുന്നത് അമ്മയുടെ അസുഖം മാറി. അയ്യോ, ഒരുപാട് തോന്നില്ല. ഈ ബന്ധം ഉറപ്പിക്കല്ലേ? അപ്പൊ ഞങ്ങൾ അവിടെ വരുന്നു, ഉറപ്പിക്കുന്നു, പിന്നെ പറയുന്ന ഒത്തിരി ദിവസം നീട്ടാതെ തന്നെ കല്യാണം നടത്തുന്നു. ഓക്കെ. അപ്പം ഇനിയിപ്പം വേറെ ചടങ്ങുകളൊന്നും അപ്പൊ ശരി എന്നാ പ്രത്യേകിച്ച് കാര്യം പറയാം. ആ വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി പറയാം. അത് മോളെ നിന്റെ വണ്ടി ഒന്ന് പുറകോട്ട് എടുത്തിട്ട് കൊടുത്താൽ മതി. അവിടെ വണ്ടി കയറ്റി തിരിച്ചോണ്ട് പോകാനേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ
എല്ലാം അറിയില്ലല്ലേ? ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, ഇങ്ങോട്ട് വരണം. ശരി ശരി. ഈ പനയിൽ ഒഴിഞ്ഞത് ആ പനയിൽ വന്ന് കയറിയിട്ടുണ്ട്. ഇനി നിങ്ങളായി, നിങ്ങളെ പാടായി.